Question number 11. The volume of a cube is increasing at the rate of 24 centimeter cube per second. How fast is the surface area increasing when the length of an edge is 6 centimeter? ഒരു ക്യൂബിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂബ് എന്നത് നമുക്കറിയാം സമചതുര കട്ടയാണ്. അതിന്റെ ഒരു സൈഡിനെ നമ്മൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ വോളിയം വി ഇക്വൽ ടു എ ക്യൂബ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് ക്യൂബിന്റെ വോളിയം എ ക്യൂബ്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് ഡി വി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം 24 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കാണാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർഫസ് ഏരിയ ഏത് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ്. അതായത് സർഫസ് ഏരിയനെ നമുക്ക് എസ് എന്ന് വിളിക്കാം. സർഫസ് ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 6 ഫേസുകൾ കാണാനായിട്ട് സാധിക്കും. സ്ക്വയർ ആയിട്ട് വരുന്ന 6 ഫേസുകൾ. ഓരോ ഫേസിന്റെയും ഏരിയ എ സ്ക്വയർ ആണ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6 എ സ്ക്വയർ ആണ്. നമ്മളോട് കാണാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡി എസ് ബൈ ഡി ടി ആണ്. ഡി എസ് ബൈ ഡി ടി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് 6 എ സ്ക്വയർ കാണുന്നു. അതായത് 6 ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. 6 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എ സ്ക്വയർ. 6 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എ സ്ക്വയർ. എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി നമുക്കറിയാം, അത് 2a ഇൻറ്റു ഡി എ ബൈ ഡി ടി ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡി എ ബൈ ഡി ടി എന്ന് പറയുന്ന ആ വാല്യൂ നമുക്കിവിടെ തന്നിട്ടില്ല. പക്ഷെ അതിന് പകരം നമുക്ക് ഡി വി ബൈ ഡി ടി തന്നിട്ടുണ്ട്. ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് 24 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വി എന്ന് പറയുന്നത് എ ക്യൂബ് ആണ് നമുക്കറിയാം. അതായത് ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് എ ക്യൂബ് ആണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് എ ക്യൂബ് 3a സ്ക്വയർ ഇൻറ്റു ഡി എ ബൈ ഡി ടി. ഇതാണ് നമുക്ക് 24 എന്ന് തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡി എ ബൈ ഡി ടി എഴുതാൻ പറ്റും. ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് 24 ഡിവൈഡഡ് ബൈ 3a സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് 3നെ കട്ട് ചെയ്യാം. 3നെ കട്ട് ചെയ്യുകയാണെങ്കിൽ 24 എന്ന് 3 കട്ടായിട്ട് 8 എന്ന് വരും. 8 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഈ ഡി എ ബൈ ഡി ടിയുടെ വാല്യൂ നമ്മളിവിടെ പുട്ട് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതായത് 6 ഇൻറ്റു 2a 12a ഇൻറ്റു ഡി എ ബൈ ഡി ടി 8 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഇവിടെ നമുക്ക് ഒരു എ കട്ട് ചെയ്യാം. 12 ഇൻറ്റു 8 96 ഡിവൈഡഡ് ബൈ എ എന്ന് വരുന്നു. അതായത് 96 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. വെൻ എ 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് 6 എന്ന് പുട്ട് ചെയ്യാം. 6 പുട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ആൻസർ 16 എന്നാണ്. 96ഉം 6ഉം കൂടി വെട്ടുകയാണെങ്കിൽ 16 എന്ന് വരുന്നു. അതായത് സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പം അതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് യൂണിറ്റ് എഴുതാം. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലോക്കൽ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു മോഡ് എക്സ് മൈനസ് 2. നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2. ഈ ഫംഗ്ഷന്റെ ലോക്കൽ മിനിമം വാല്യൂ കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെറിവേറ്റീവ് 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് ആ വരുന്ന സ്ഥലങ്ങളിലാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ മോഡ് എക്സ് മൈനസ് 2 അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എന്നൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല. ഡെറിവേറ്റീവ് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം അങ്ങനെയെങ്കിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ കണ്ടെത്തണമെങ്കിൽ പിന്നീടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാഫ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്നതാണ്. അപ്പം അങ്ങനെയെങ്കിൽ മോഡ് എക്സ് മൈനസ് 2വിൻ്റെ ഗ്രാഫ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്കറിയാം മോഡ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വി ഷേപ്പ്ഡ് ഗ്രാഫ്, അതിൻ്റെ വെട്ടെക്സ് ഒറിജിൻ ആയിട്ട് വരും. മോഡ് എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് ഈ ഒരു ഗ്രാഫ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുമെന്ന് നമുക്കറിയാം. അതായത് നെഗറ്റീവ് വൈ ആക്സിസിലെ -2 ആയിരിക്കും അതിൻ്റെ വെട്ടെക്സ് ആയിട്ട് വരിക. ഇതാണ് മോഡ് എക്സ് മൈനസ് 2വിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഇല്ലെന്ന് നമുക്കറിയാം. കാരണം ഈ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊരു മാക്സിമം വാല്യൂ വരുന്നില്ല. പക്ഷേ വൈക്ക് ഒരു മിനിമം വാല്യൂ വരുന്നുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഒരു മിനിമം വാല്യൂ എന്ന് പറയുന്നത് -2 ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ആ മിനിമം വാല്യൂ -2 എന്ന് വരുന്നത്. അതായത് എക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, എക്സിൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ
എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 മൈനസ് 2, അതായത് -2 എന്ന് വരും. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം ആയിട്ട് വരുന്ന വാല്യൂ. അതായത് ലോക്കൽ മിനിമം വാല്യൂ -2 എന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. മിനിമം വാല്യൂ ഈക്വൽ ടു -2 അറ്റ് x is equal to 0.